നമസ്കാരം, ചന്ദ്രലേഖയിലേക്ക് സ്വാഗതം. ശ്രീ എബ്രഹാം ലിങ്കൻ്റെ ഒരു വളരെ ഫേമസ് ആയിട്ടുള്ളൊരു കോട്ടുണ്ട്. നമ്മൾ ശത്രുക്കളെ ഇല്ലാതാക്കാൻ അവരെ മിത്രങ്ങളായി കരുതുക, അല്ലെ സുഹൃത്തുക്കളായി കരുതുക എന്നത്. അതുപോലെ നമ്മളെല്ലാവരും ശത്രുക്കളെ മിത്രങ്ങളാക്കി കഴിഞ്ഞാൽ നമുക്ക് വളരെ സ്ട്രെസ്ലെസ് ആയിട്ടൊരു ലൈഫ് കിട്ടും. എല്ലാവരും ട്രൈ ചെയ്യുക. ചന്ദ്രലേഖയുടെ ഒരു പുതുപുത്തൻ എപ്പിസോഡിലേക്ക് എല്ലാവർക്കും വീണ്ടും സ്വാഗതം. എൻ്റെ പേര് സൗമ്യ സതീഷ്. ഞാൻ നർത്തകിയാണ്, നൃത്താധ്യാപികയാണ്, അഭിനേത്രിയാണ്. കേരളത്തിൽ പ്രത്യേകിച്ച് ഇന്ത്യയിലുള്ള സ്ത്രീകൾ അവരുടെ കാര്യങ്ങൾ അന്വേഷിക്കുന്നില്ല. അവർ കൂടുതലും അവരുടെ കുടുംബകാര്യങ്ങൾ, അവരുടെ കാര്യങ്ങൾ ചെയ്യാൻ അവർക്ക് സമയമില്ല. അപ്പം അങ്ങനെയാണ് അവർക്ക് ഒരുപാട് രോഗശൈലി ലൈഫ് സ്റ്റൈൽ ഡിസീസസ് വരുന്നത്. ഡാൻസറും അഭിനേത്രിയുമായ സൗമ്യ സതീഷിനെയാണ് ഇന്ന് നമ്മൾ ചന്ദ്രലേഖയിലൂടെ പരിചയപ്പെടാൻ പോകുന്നത്. എൻ്റെ പേര് സൗമ്യ സതീഷ്. ഞാൻ നർത്തകിയാണ്, നൃത്താധ്യാപികയാണ്, അഭിനേത്രിയാണ്, കുടുംബിനിയാണ്. ശരിക്കും പറഞ്ഞാൽ എൻ്റെ അച്ഛനും അമ്മയ്ക്കും നല്ല ഇഷ്ടമായിരുന്നു നൃത്തം. അങ്ങനെ 5 വയസ്സ് മുതൽ നമ്മളുടെ ഒരു താല്പര്യം ഉണ്ടാവുന്നതിന് മുമ്പ് തന്നെ അച്ഛൻ നൃത്തം പഠിപ്പിക്കാൻ തുടങ്ങി. എൻ്റെ അരങ്ങേറ്റം ഞാൻ 3rd സ്റ്റാൻഡേർഡിലോ മറ്റോ പഠിക്കുമ്പോഴാണ് ആദ്യം അരങ്ങേറ്റം ചെയ്തത്. അത് സത്യത്തിൽ അന്നൊക്കെ നമുക്ക് നൃത്തം ഏത് കുട്ടികളെയും പോലെ തന്നെ ഡാൻസിനോട് ഇഷ്ടമുണ്ട്, നമ്മൾ പോയി ചെയ്യുന്നു എന്നല്ലാതെ നമുക്കത് ഇനിയുള്ള ജീവിതത്തിൽ നമുക്ക് നൃത്തം അങ്ങനെ തുടർന്ന് കൊണ്ടുപോകാൻ പറ്റുന്നോ അല്ലെങ്കിൽ അങ്ങനെയൊന്നും മനസ്സിലാക്കാനുള്ളൊരു പ്രായമായിരുന്നില്ല. പിന്നെയുള്ള വേദികൾ, സ്ഥിരമായി ചെയ്തുകൊണ്ടിരിക്കുന്ന വേദികളാണ് നമ്മളെ നൃത്തരംഗത്തിൽ പിടിച്ചു നിർത്തുന്നത്. പിന്നെ അതൊരു അരങ്ങേറ്റമൊക്കെ കഴിഞ്ഞപ്പോൾ അതിനോടൊരു ഇഷ്ടം കൂടി വന്നു. പിന്നെ എൻ്റെ ഗുരു കലാമണ്ഡലം ശ്രീദേവി ഗോപിനാഥ് ടീച്ചറുടെ പരിപാടികളിൽ സ്ഥിരമായിട്ട് ഞാൻ നൃത്തം ചെയ്യാൻ തുടങ്ങി. അങ്ങനെ സംസ്ഥാന സ്കൂൾ യുവജനോത്സവത്തിൽ മോഹിനിയാട്ടത്തിൽ 1ാം സമ്മാനം കിട്ടി. അതോടുകൂടി നമുക്ക് നൃത്തം അത് നമ്മുടെ നമുക്ക് അതിന് താല്പര്യവും കഴിവും ഉണ്ട് എന്നൊരു തിരിച്ചറിവ് യുവജനോത്സവം കൊണ്ട് സത്യത്തിലുണ്ടായി. അങ്ങനെ അത് കഴിഞ്ഞ് പ്രീ ഡിഗ്രിക്ക് പഠിക്കുമ്പോൾ കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി കലാതിലകമായിരുന്നു. അത് കഴിഞ്ഞ് വിവാഹം കഴിഞ്ഞു. അപ്പോഴും നൃത്തത്തിനെ കൂടെ കൊണ്ട് നടക്കാൻ പറ്റിയ ഒരു സാഹചര്യത്തിലാണ് ഞാൻ ജീവിച്ചത്. ഇപ്പോൾ ഭരതനാട്യം മോഹിനിയാട്ടമാണ് ഞാൻ മെയിനായിട്ട് കുട്ടികളെ പഠിപ്പിക്കുന്നത്. കൊച്ചിയിൽ എളമക്കരയിൽ സ്ഥാപനം നടത്തുന്നുണ്ട്. ഭരതനാട്യം മോഹിനിയാട്ടമാണ് സ്ഥിരമായിട്ട് ക്ലാസ്സുകൾ എടുത്തുകൊണ്ടിരിക്കുന്നത്, പ്രോഗ്രാംസ് ചെയ്യുന്നുണ്ട്. പിന്നെ കുട്ടികളുടെ ആ ഒരു വിദ്യാഭ്യാസത്തിന്, കുട്ടികളെ പഠിപ്പിക്കുന്നതിന് കൂടെ അവർക്ക് പരിപാടികൾ അവതരിപ്പിക്കുന്നുണ്ട്, ഞാൻ നൃത്തം ചെയ്യാറുണ്ട്. അതിൻ്റെ കൂടെ തന്നെ എന്തെങ്കിലും പുതിയ കാര്യങ്ങൾ നൃത്തത്തിൽ വേണ്ടി ചെയ്യണം എന്നൊരാഗ്രഹം എപ്പോഴും ഉണ്ടാവാറുണ്ട്. അപ്പോൾ അതുകൊണ്ട് മലയാള കവിതകളുടെ നൃത്താവിഷ്കാരം ഞാൻ ചെയ്തിരുന്നു. സുഗതകുമാർ ടീച്ചറുടെ കൃഷ്ണ നീ എന്നെ അറിയില്ല എന്നുള്ള കവിതയുടെ നൃത്താവിഷ്കാരം ചെയ്തു. അത് ടീച്ചറുടെ മുന്നിൽ ചെയ്യാനുള്ളൊരു ഭാഗ്യം എനിക്കുണ്ടായി. അത് കോട്ടയത്ത് 2011 സംസ്ഥാന സ്കൂൾ യുവജനോത്സവത്തിൽ സാംസ്കാരിക പരിപാടികളുടെ കൂട്ടത്തിൽ ടീച്ചറുടെ മുന്നിൽ അത് ചെയ്യാൻ എനിക്ക് സാധിച്ചു. അത് വലിയ ഭാഗ്യമായിട്ട് ഞാൻ കരുതുന്നു. പിന്നെ വൈലോപ്പിള്ളിയുടെ മാമ്പഴം, ചങ്ങമ്പുഴയുടെ വസന്തോത്സവം, അങ്ങനെ കുറേ കവിതകളുടെ നൃത്താവിഷ്കാരം ഈ അടുത്തിടെ ചെയ്തു. ചിലത് ഞാനും കുട്ടികളും കൂടി ചേർന്നാണ് അവതരിപ്പിച്ചത്. ചങ്ങമ്പുഴയുടെ കാവ്യനർത്തകി, അതൊക്കെ എൻ്റെ സ്റ്റുഡൻസാണ് ചെയ്തത്. അങ്ങനെയുള്ള കാര്യങ്ങളും ഞാൻ ഇതിൻ്റെ നൃത്തപഠനത്തിനോടൊപ്പം സാധാരണ പരിപാടികളുടെ കൂടെ കുട്ടികൾക്ക് അങ്ങനെയുള്ള അവസരങ്ങളും ചെയ്തു കൊടുക്കാൻ സാധിക്കാറുണ്ട്. ഇപ്പോൾ ഈയിടെയായിട്ട് ഒരുപാട് വീട്ടമ്മമാർ നൃത്തം പഠിക്കാൻ താല്പര്യമുള്ള, നേരത്തെ പഠിച്ചിരുന്നവരും അല്ലാതെ നേരത്തെ സാധിക്കാതെ ഇപ്പോൾ ഈയിടെയായിട്ട് വരുന്ന ഒരുപാട് പേര് നൃത്തം പഠിക്കാൻ വരുന്നുണ്ട്. അത് കുറേ കലാരംഗത്ത് അങ്ങനെ ഒരു മാറ്റമുണ്ട്. കാരണം ഒരുപാട് പേര് അതിനു വേണ്ടി തയ്യാറായി, പല സ്ഥലങ്ങളിലും വരുന്നുണ്ട്. ഒരു 10 പേരെ ഒന്നിച്ച് എനിക്ക് ഒരു വേദിയിൽ കൊണ്ടുവരാൻ സാധിച്ചു. ഒരു ശാസ്ത്രീയ നൃത്തം നമ്മൾ ആദ്യമായിട്ട് അഭ്യസിപ്പിക്കുമ്പോൾ കുട്ടികൾക്ക്
സത്യം പറഞ്ഞാൽ കുട്ടികൾക്കത് അറിയുന്നുണ്ടാവില്ല. ചിലപ്പോൾ ഇന്നത്തെ ഒരു കാലത്ത് 4, 5 വയസ്സാവുമ്പോഴാണ് കുട്ടികളെ നമ്മുടെ അടുത്ത് നൃത്തം പഠിക്കാൻ വേണ്ടി കൊണ്ടുവരുന്നത്. പക്ഷേ ഇന്ന് ഒരുപാട് സാധ്യതകളുണ്ട്. കാരണം കുട്ടികൾക്ക് ഞങ്ങളൊന്നും പഠിച്ചിരുന്ന ഒരു കാലം പോലെയല്ല. ഇന്ന് അവർക്ക് ഒരുപാട് നൃത്ത പരിപാടികൾ ടി വിയിലാണെങ്കിലും അല്ലാതെ ഒരുപാട് ഷോസ് അവർ കാണുന്നുണ്ട്. അപ്പോൾ അതുകൊണ്ട് ഞാൻ ശാസ്ത്രീയ നൃത്തം ആണ് അഭ്യസിപ്പിക്കുന്നതെന്നുള്ളതുകൊണ്ട് കുട്ടികൾ ഇങ്ങനെ വരുമ്പോൾ ഞാൻ ആദ്യമായിട്ട് ഞാൻ ചെയ്യുന്നത് ഏതൊരു ഇതുപോലെയും അടിസ്ഥാനപരമായിട്ടുള്ള ഭരതനാട്യത്തിൻ്റെ സ്റ്റെപ്സ് തന്നെയാണ് കൂടുതൽ നമ്മൾ പഠിപ്പിക്കുക. കുട്ടികളെ അടവുകൾ പഠിപ്പിച്ച് അങ്ങനെ ഒരു 3-4 വർഷം കഴിയുമ്പോൾ ആദ്യമായിട്ട് അവരൊരു സ്റ്റേജ് പെർഫോമൻസിൽ തയ്യാറാക്കും. ആദ്യം കുട്ടികളെ നമ്മൾ കുട്ടികളാണെങ്കിലും വലിയവരാണെങ്കിലും ആദ്യം ഭരതനാട്യം അഭ്യസിക്കാൻ വരുന്നവരെ നമ്മൾ തട്ടടവിലാണ് ആദ്യം തുടങ്ങുന്നത്. അപ്പോൾ തെയ്യ തെയ്യ എന്ന് പറഞ്ഞ് കുട്ടികളെ, അതായത് അവരുടെ അരമണ്ഡലം കാലുകൾ വിരിച്ചു വെച്ച് കാൽമുട്ടുകൾ വിരിച്ചു വെച്ച് ഇരുന്ന് ദൃഢപ്പെടുത്തി, അവരുടെ ആ ഇരിപ്പിനെ ദൃഢപ്പെടുത്തി നൃത്തം ചെയ്യിക്കാൻ വേണ്ടിയിട്ട് ആദ്യം എപ്പോഴും തട്ടടവാണ് നമ്മൾ പഠിപ്പിക്കുന്നത്. അത് കഴിഞ്ഞാൽ കാല് നാട്ടി വയ്ക്കുന്ന അടവുകൾ, കാലും കൈയും ചേർന്നിട്ടുള്ള അടവുകൾ നാട്ടടവാണ് രണ്ടാമത് അതും നമ്മൾ പറയുന്ന ചൊല്ല് തെയ്യും ത അങ്ങനെ തന്നെയാണ് നമ്മൾ രണ്ടാമത് നാട്ടടവാണ് നമ്മൾ പഠിപ്പിക്കുന്നത്. പിന്നെ അത് കഴിഞ്ഞിട്ടാണ് മറ്റുള്ള അടവുകളിലേക്ക് നമ്മൾ പ്രവേശിക്കുന്നത്. എന്നെ സംബന്ധിച്ചിടത്തോളം ഞാനൊരു 5 വയസ്സ് മുതൽ നേരത്തെ പറഞ്ഞ പോലെ എൻ്റെ ഗുരുവിൻ്റെ എല്ലാ പരിപാടികളിലും നൃത്തപരിപാടികളിലും, അത് കേരളത്തിൽ അങ്ങോളം കേരളത്തിന് പുറത്തും ഒരുപാട് നൃത്തപരിപാടികൾ ഞാൻ കുട്ടിക്കാലം മുതലേ ചെയ്തുകൊണ്ട് വന്നു. ഇപ്പം ഇന്ന് എനിക്ക് എന്തെങ്കിലും കല കൊണ്ട് അത് പിന്തുടരാൻ സാധിക്കുന്നുണ്ടെങ്കിൽ അത് ആ ചെറുപ്പത്തിൽ കിട്ടിയ അനുഭവങ്ങളുടെ വെളിച്ചം തന്നെയാണ് തീർച്ചയായിട്ടും. എന്നെ സംബന്ധിച്ചിടത്തോളം എനിക്ക് ഒരു ദൂരദർശനിലും അങ്ങനെ ഒരുപാട് വേദികളിൽ ഞാൻ നൃത്തം ചെയ്തിട്ടുണ്ട്. പക്ഷേ എനിക്ക് കലാമണ്ഡലം കൃഷ്ണൻകുട്ടി പൊതുവാളിൻ്റെ അഷ്ടപതിയാട്ടം എന്നൊരു നൃത്തരൂപം ഉണ്ടായിരുന്നു. അതിൽ എൻ്റെ അച്ഛനാണ് ജയദേവരായിട്ട് അന്ന് അഭിനയിച്ചത്. അദ്ദേഹത്തിൻ്റെ ജയദേവരുടെ പത്നി ആയിട്ട് ഞാനാണ് അന്ന് വേദിയിൽ അഭിനയിച്ചത്. അപ്പോൾ അതെനിക്ക് ഞാനും അച്ഛനും കൂടി ഒരുമിച്ച് വേദിയിൽ അങ്ങനെ വന്നത് എനിക്ക് ഭയങ്കര ഒരു മറക്കാനാവാത്തൊരു അനുഭവമാണ്. അത് ദൂരദർശൻ്റെ മലയാളം ചാനലുകളുടെ ഉദ്ഘാടനത്തിന് ആയിരുന്നു അന്ന് കൊച്ചി കേരളം മുഴുവൻ കാണിക്കാൻ തുടങ്ങുന്നത്. എറണാകുളം ടൗൺ ഹാളിൽ വെച്ചിട്ട് അന്ന് അങ്ങനെ ചെയ്യാൻ സാധിച്ചു. പിന്നെ എന്നെ സംബന്ധിച്ചിടത്തോളം ഇപ്പോൾ നമ്മൾ സാധാരണ ചെയ്യുന്നൊരു ഭരതനാട്യം മോഹിനിയാട്ടം അല്ലെങ്കിൽ പോലും സുഗതകുമാർ ടീച്ചറുടെ കവിത ടീച്ചറുടെ സമക്ഷം ടീച്ചറുടെ അനുഗ്രഹത്തോടും ആശീർവാദത്തോടും കൂടിയിട്ട് എനിക്ക് ചെയ്യാൻ പറ്റിയത് എന്നെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും ഇന്നിപ്പോൾ എനിക്ക് മനസ്സിൽ താലോലിക്കാവുന്ന ഏറ്റവും വലിയൊരു അനുഗ്രഹമായിട്ട്, ഏറ്റവും സന്തോഷമായിട്ട് ഞാൻ കാണുന്നു. യഥാർത്ഥത്തിൽ ശാസ്ത്രീയ നൃത്തം, ശാസ്ത്രീയ സംഗീതം ഇതെല്ലാം അഭ്യസിക്കുന്ന ഒരു കുട്ടിയെ സംബന്ധിച്ചിടത്തോളം, കുട്ടിയെന്നില്ല ഒരു വ്യക്തിയെ സംബന്ധിച്ചിടത്തോളം എനിക്ക് തോന്നുന്നത് ജീവിതത്തിൽ ഡിസിപ്ലിൻ, എല്ലാ കാര്യത്തിലും ഒരു ഡിസിപ്ലിൻ തനിയെ രൂപപ്പെടുന്ന ഒരു കാര്യമാണ്. കാരണം അത്രയും ഏകാഗ്രത വേണ്ട ഒരു കാര്യമായതുകൊണ്ട് ഇപ്പോൾ ഒത്തിരി പേര് അത് തിരിച്ചറിഞ്ഞു തുടങ്ങിയിട്ടുണ്ട്. കാരണം ഒരു ശാസ്ത്രീയ കലയുകൊണ്ട് നമുക്ക് മനസ്സിനും ശരീരത്തിനും ഉണ്ടാവുന്ന ഒരു ആനന്ദവും അതുപോലെ നമ്മുടെ ജീവിതത്തിലെ സന്തോഷങ്ങളും ഇതുപോലെ നമ്മളുടെ എല്ലാ ദുഃഖങ്ങളും നമുക്ക് മറക്കാനുള്ള വഴികളും പിന്നെ അതിലൊരു പാഷൻ നമുക്ക് ഉണ്ടാവുമ്പോൾ നമുക്ക് മറ്റുള്ള കാര്യങ്ങളെക്കുറിച്ച് ചിന്തിക്കാൻ നമുക്ക് സാധിക്കില്ല. പിന്നെ ഇന്നത്തെ കാലത്ത് കുട്ടികളെ സംബന്ധിച്ചിടത്തോളം ആധ്യാത്മികമായ കാര്യങ്ങളിൽ അവർക്ക് കൂടുതൽ അറിവില്ല, പുരാണങ്ങളെക്കുറിച്ചുള്ള അറിവ് കുറവാണ്. അപ്പോൾ സത്യത്തിൽ നമ്മൾ നൃത്തം പഠിപ്പിക്കുന്നതോടുകൂടി നമ്മളിങ്ങനെയുള്ള കാര്യങ്ങൾ കുട്ടികൾക്ക് പഠിപ്പിച്ചു കൊടുക്കുകയാണ്. പിന്നെ നമ്മളുടെ പുരാണങ്ങളിൽ തന്നെ ഒരുപാട് നമുക്ക് മാർഗം ദർശിയാവുന്ന ഒരുപാട് കാര്യങ്ങളുണ്ട്. കുട്ടികളെ സംബന്ധിച്ചിടത്തോളം ഇപ്പോൾ എനിക്ക് തോന്നുന്നു കുട്ടികളെ മാത്രമല്ല ഏതൊരു മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം പ്രോത്സാഹനം എന്ന് പറയുന്നത് വലിയൊരു കാര്യമാണ്. അപ്പോൾ നമ്മൾ കുട്ടികളെ പഠിപ്പിക്കാൻ തുടങ്ങി കുറച്ച് ദിവസം കഴിഞ്ഞു അവരെ ഒന്ന് സ്റ്റേജ് ചെയ്യിക്കുമ്പോൾ അവർക്ക് കിട്ടുന്ന പ്രോത്സാഹനം, അംഗീകാരം, അത് തീർച്ചയായിട്ടും അതെന്ത് കാര്യത്തിലും ഇപ്പോൾ നമ്മൾ കുറച്ച് ദിവസം സ്കൂളിൽ പോയൊരു പരീക്ഷ വയ്ക്കും,
നമ്മൾ എന്തുമാത്രം പഠിച്ചു എന്നുള്ളത് നമുക്ക് പരീക്ഷ വന്നു, മാർക്ക് വന്നു, അതിൽ നിന്ന് നമുക്ക് കിട്ടുന്ന പോരായ്മകൾ ഉണ്ടാകുമ്പോൾ നമ്മൾ തിരുത്താൻ തയ്യാറാവും. അല്ലെങ്കിൽ നമുക്ക് കിട്ടുന്ന അംഗീകാരവും പ്രോത്സാഹനവും നമ്മളെ കൂടുതൽ ഉയരത്തിലേക്ക് കൊണ്ടെത്തിക്കാൻ സാധിക്കും. അപ്പോൾ അതേപോലെ തന്നെ നമ്മൾ ഒരു പരീക്ഷ പോലെ കരുതിയാൽ മതി ഒരു സ്റ്റേജ് പെർഫോമൻസ് എന്ന് പറഞ്ഞാൽ. കുട്ടികളെ സംബന്ധിച്ചിടത്തോളം ഇപ്പോൾ ഒരു 50 കുട്ടികൾ അരങ്ങേറി നമുക്ക് ചിലപ്പോൾ ഒരുപാട് നമ്മൾ വായിച്ചിട്ടുണ്ടാവും, അല്ലെങ്കിൽ നമ്മൾ കുട്ടിക്കാലത്ത് പഠിച്ചിട്ടുണ്ടാവും, ഒരുപാട് പേര് നല്ല ഈണത്തിൽ ചൊല്ലി കേട്ടിട്ടുണ്ടാവും. അപ്പം അങ്ങനത്തെ കവിതകളുടെ മുഴുവനായിട്ടുള്ള അതിൻ്റെ ഒരു സത്ത ചിലപ്പോൾ എന്നെ സംബന്ധിച്ചിടത്തോളം ചിലപ്പോൾ അത് ക്ലാസിക്കൽ ഇതിൽ ചെയ്യുമ്പോൾ മുഴുവനായിട്ട് ചെയ്യുമ്പോൾ ക്ലാസിക്കലിൻ്റെ മാനദണ്ഡങ്ങൾ ഉപയോഗിച്ചിട്ട് തന്നെയാണ് ഞാൻ ചെയ്യുന്നത്. പക്ഷെ എന്നാലും മുഴുവനായിട്ട് ചിലപ്പോൾ എനിക്ക് അതിൻ്റെ ഒരു പൂർണ്ണത കിട്ടില്ല എന്ന് തോന്നുന്നതുകൊണ്ട് ഞാൻ പലപ്പോഴും കവിതകൾ ഞാൻ നൃത്താവിഷ്കാരം ചെയ്യുമ്പോൾ ആ കവിതയുടെ സത്ത ചോർന്ന് പോവാതെ, അതിൻ്റെ ഒരു ആത്മാവ് ചോർന്ന് പോവാതെയാണ് ഞാൻ പലപ്പോഴും അവതരിപ്പിക്കാറ്. അപ്പോൾ എന്നെ സംബന്ധിച്ചിടത്തോളം ഇപ്പോൾ കൃഷ്ണാനി എന്നെ അറിയില്ല ചെയ്യുന്നു, അതിലത്തെ ഒരു രാധ അല്ലെങ്കിൽ ഒരു ഗോപസ്ത്രീ എന്ന് പറയുമ്പോൾ അതിനനുസരിച്ചുള്ള ഒരു കോസ്റ്റ്യൂം ഞാൻ പലപ്പോഴും തിരഞ്ഞെടുക്കാറുണ്ട്. അതുപോലെ മാമ്പഴം ഞാൻ ചെയ്തപ്പോഴും അതിൻ്റെ ഒരു സത്ത മാക്സിമം അത് കാത്തു സൂക്ഷിച്ചുകൊണ്ട് ചെയ്യണം എന്നുള്ളൊരു ആഗ്രഹം കൊണ്ട് പലപ്പോഴും ഞാൻ അതിൻ്റെ കോസ്റ്റ്യൂമിലാണെങ്കിലും ഞാൻ ഈ പറഞ്ഞ പോലെ ഭരതനാട്യത്തിൻ്റെ മോഹിനിയാട്ടത്തിൻ്റെയോ ട്രഡീഷണൽ ആയിട്ടുള്ളൊരു ഇത് ഉപയോഗിക്കാതെ പലപ്പോഴും ആ ഒരു കഥാപാത്രത്തിന് ചേർന്ന രീതിയിലാണ് ഞാൻ ചെയ്യാറുള്ളത്. സ്കൂൾ തലത്തിൽ പഠിച്ചുകൊണ്ടിരിക്കുമ്പോഴാണ് മോഹിനിയാട്ടത്തിന് സ്റ്റേറ്റ് ഫസ്റ്റ് കിട്ടിയത്. അത് കഴിഞ്ഞ് കലാതിലകം കോളേജിൽ പഠിച്ചുകൊണ്ടിരിക്കുമ്പോൾ യൂണിവേഴ്സിറ്റി കലാതിലകം കിട്ടി. പിന്നെ ഈ അടുത്തിടെ 2014 കലാമണ്ഡലം കൃഷ്ണൻകുട്ടി പൊതുവാൾ സ്മരണാർത്ഥമുള്ള കലാസാഗർ അവാർഡ് കഴിഞ്ഞ വർഷം എനിക്കാണ് ലഭിച്ചത്. അങ്ങനെ ഉള്ള ഒരു ഇത് കൂടെയൊക്കെയാണ് ഇവിടം വരെയൊക്കെ എല്ലാവരുടെയും പ്രോത്സാഹനവും സ്നേഹവും കൊണ്ടാണ് ഇങ്ങനെ എത്തിച്ചേർന്നത്. ഒരു നൃത്തം അഭ്യസിക്കുന്നതുകൊണ്ടുള്ള ഏറ്റവും ഒരു വലിയ ഗുണം എന്താണെന്ന് വെച്ചാൽ നമുക്ക് ശരീരത്തിനും മനസ്സിനും ഒരു ഉണർവുണ്ടാവും. പലപ്പോഴും പഠനത്തിൻ്റെ തിരക്കുകൾ കൂടുമ്പോഴാണ് കുട്ടികൾ കല ഉപേക്ഷിക്കുക. പക്ഷേ കലയും കൂടി കൂടെ ഉണ്ടെങ്കിൽ എനിക്ക് തോന്നുന്നത് കുറേയും കൂടി നമ്മുടെ ചിന്തകളുടെ അല്ലെങ്കിൽ നമ്മുടെ ബുദ്ധിയുടെ ഓപ്പണിങ് കൂടും എന്നാണ് എനിക്ക് തോന്നുന്നത്. കാരണം നമ്മൾ കുറേ കാര്യങ്ങൾ ഒന്നിച്ച് പ്രത്യേകിച്ച് നൃത്തം ചെയ്യുമ്പോൾ എന്താ വെച്ചാൽ നമ്മൾ സംഗീതം ഓർത്ത് വെക്കണം, മുദ്രകൾ ഓർത്ത് വെക്കണം, ശാരീരികമായിട്ടും മാനസികമായിട്ടും നമ്മൾ അതിനെ കൂടുതൽ കൊണ്ടുവരണം. അപ്പോൾ കുറേയും കൂടി നമ്മളുടെ എല്ലാ തരത്തിലും നമ്മുടെ ബുദ്ധി നമുക്ക് ഉണർന്ന് പ്രവർത്തിക്കുന്നതുകൊണ്ട് ഓർമ്മശക്തിയും നമ്മുടെ ഏകാഗ്രതയും ചിന്താശേഷിയും കൂടും എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. എൻ്റെ ഒരു അനുഭവത്തിൽ നിന്നും എനിക്ക് പല കുട്ടികളിലും ഉണ്ടാകുന്ന മാറ്റം കൊണ്ടും എനിക്ക് പലപ്പോഴും അങ്ങനെ തോന്നിയിട്ടുണ്ട്. ഞാൻ 2-3 സിനിമകളിൽ അഭിനയിച്ചിട്ടുണ്ട്. ഒന്ന് ലോഹിതദാസിൻ്റെ നിവേദ്യം എന്ന സിനിമയിൽ. അപ്പോൾ അതിന് മുമ്പ് തന്നെ നിവേദ്യം ചെയ്യുന്നതിന് മുമ്പ് തന്നെ ലോഹി സാറ് 1-2 പടങ്ങളിലേക്ക് എന്നെ കാസ്റ്റ് ചെയ്തിരുന്നു. പക്ഷെ അന്ന് എനിക്ക് പല കാരണങ്ങൾ കൊണ്ടും പോകാൻ സാധിച്ചില്ല. അപ്പോൾ അങ്ങനെയാണ് നിവേദ്യത്തിൽ എനിക്ക് അഭിനയിക്കാൻ സാധിച്ചത്. ഭരത് ഗോപിയുടെ വൈഫായിട്ടാണ് ഞാൻ അഭിനയിച്ചത്. അതൊരു വലിയ ഭാഗ്യം തന്നെയായിട്ട് ഞാൻ കരുതുന്നു. കാരണം അത്രയും നമ്മൾ കണ്ടതിൽ വെച്ചിട്ട് ഏറ്റവും അങ്ങനെയുള്ള ഒരു ഉന്നതനായ ഒരു മഹാനായ നടൻ്റെ ഭാര്യയായിട്ട് അദ്ദേഹത്തിൻ്റെ കൂടെ അഭിനയിക്കാൻ സാധിച്ചു. 10-20 ദിവസം അദ്ദേഹത്തിൻ്റെ കൂടെ വർക്ക് ചെയ്യാൻ സാധിച്ചു. അതൊരു വലിയ ഭാഗ്യമായിട്ട് കരുതുന്നു. പിന്നെ ഞാൻ അഭിനയിച്ചത് ശ്രീപ്രകാശിൻ്റെ സുൽത്താൻ എന്നൊരു സിനിമയിലാണ്.
അതിൽ വിനു മോഹൻ്റെ അമ്മയായിട്ടാണ് അഭിനയിച്ചത്. പിന്നെ 1-2 തമിഴ് സിനിമകളിൽ ചെയ്തു. അത് ഒന്ന് വിശാലിൻ്റെ പാണ്ഡ്യനാട്, അത് കഴിഞ്ഞ ദീപാവലി റിലീസായിരുന്നു. വിശാലിൻ്റെ അമ്മയും ഭാരതിരാജ ഡയറക്ടർ ഭാരതിരാജയുടെ വൈഫിൻ്റെ ക്യാരക്ടറായിരുന്നു എനിക്ക്. പിന്നെ ശശികുമാർ സുന്ദരപാണ്ഡ്യൻ എന്നുള്ള സിനിമയിൽ ശശികുമാറിൻ്റെ അമ്മയായിട്ട് ഞാൻ അഭിനയിച്ചു. അങ്ങനെ 3-4 സിനിമകൾ. പിന്നെ ഒരുപാട് മോഡലിംഗ്. അങ്ങനെ എനിക്ക് എൻ്റെ ഒരു സ്ഥാപനവും നൃത്തത്തിൻ്റെ തിരക്കുകളും ഇല്ലാതെ ഉള്ളൊരു സമയത്ത് നല്ലൊരു അവസരം കിട്ടിയാൽ അതൊരു ബോണസായിട്ട് ഞാൻ സിനിമയെ കരുതുന്നു. അച്ഛൻ ഉണ്ണി മാന്നനൂർ. അച്ഛൻ ഒരുപാട് സിനിമകളിലും റേഡിയോ നാടക ആർട്ടിസ്റ്റായിരുന്നു, അധ്യാപകനായിരുന്നു. അച്ഛൻ ഇന്ന് ജീവിച്ചിരിപ്പില്ല. അമ്മ എല്ലാ സപ്പോർട്ടോടും കൂടി ക്ഷമ ഞങ്ങളുടെ കൂടെയുണ്ട്. പിന്നെ ഭർത്താവ് സതീഷ് കുമാർ, അദ്ദേഹം നല്ലൊരു കലാസ്വാദകനാണ്. 2 മക്കൾ, 2 ആൺകുട്ടികളാണ്. എല്ലാവരും വളരെ സപ്പോർട്ടീവാണ്. നല്ലൊരു കുടുംബം തീർച്ചയായിട്ടും ഒരു കലാരംഗത്ത് പ്രവർത്തിക്കുന്ന ഒരാൾക്ക്, ഏത് രംഗത്തും സ്ത്രീകൾക്ക് കുടുംബത്തിൻ്റെ സപ്പോർട്ട് ആവശ്യമുണ്ട്, തീർച്ചയായിട്ടും ആവശ്യമുണ്ട്. പക്ഷേ കലാരംഗത്ത് പ്രോത്സാഹനം എന്ന് പറയുന്നത് വലിയൊരു കാര്യമാണ്. അതിൻ്റെ കൂടെ എൻ്റെ കുടുംബം മുഴുവൻ എൻ്റെ കൂടെയുണ്ട്. ഒരു ഡോക്ടർ സെഗ്മെൻ്റാണ് ഇനി നമ്മൾ ചന്ദ്രലേഖയിലൂടെ കാണാൻ പോകുന്നത്. ജീവിതശൈലി രോഗങ്ങൾ എന്താണ് എന്നതിനെക്കുറിച്ചും അവയ്ക്കുള്ള പരിഹാരങ്ങളെക്കുറിച്ചും നമുക്ക് പറഞ്ഞു തരാൻ ആസ്റ്റർ മെഡ് സിറ്റിയിലെ ലീഡ് സീനിയർ കൺസൾട്ടൻ്റായ ഡോക്ടർ ഗീത ഫിലിപ്പ് ഇപ്പോൾ നമ്മോടൊപ്പമുണ്ട്. ഡോക്ടറോട് തന്നെ നമുക്ക് കാര്യങ്ങൾ ചോദിക്കാം. നമസ്കാരം ഡോക്ടർ. ഡോക്ടർ, പല സ്ത്രീകളും ഈ ജോലി തിരക്കും കുടുംബത്തിലെ ആകെയുള്ള തിരക്കുകളും രാവിലെയുള്ള പ്രശ്നങ്ങളും കൊണ്ട് ബ്രേക്ക്ഫാസ്റ്റ് ഒഴിവാക്കുകയാണ് ചെയ്യുന്നത്. ഇത്തരം ബ്രേക്ക്ഫാസ്റ്റ് ഒഴിവാക്കുന്നത് അവരെ ഏതൊക്കെ രീതിയിലാണ് ബാധിക്കാറുള്ളത്? നമുക്ക് ഏറ്റവും ആവശ്യം ചിന്തിക്കാനും പ്രവർത്തിക്കാനും ഒക്കെ നമുക്ക് ഊർജം വേണം. ഊർജം നമുക്ക് ലഭിക്കുന്ന ആഹാരത്തിൽ നിന്ന്, അതായത് ഫ്യൂവൽ ലഭിക്കുന്നത്, നമുക്ക് വേണ്ട ഊർജം, ചിന്തിക്കാനുള്ള ഇതെല്ലാം നമുക്ക് ലഭിക്കുന്ന ആഹാരത്തിൽ നിന്ന്. അപ്പോൾ ഈ ആഹാരം നമ്മുടെ ശരീരത്തിലോട്ട് ചെന്ന് അതേ കുറേ രാസപ്രവർത്തനങ്ങളുണ്ട്, അതായത് മെറ്റബോളിക് പ്രോസസ്സ് എന്ന് ഞങ്ങൾ സയൻറ്റിഫിക്കായിട്ട് പറയും. ഇതൊക്കെ നടന്നാൽ മാത്രമേ നമുക്ക് ഊർജം ലഭിക്കുകയുള്ളൂ. അപ്പം രാത്രി മുഴുവൻ ഒന്നും കഴിക്കാതെ കിടന്നിട്ട് രാവിലെയും ഒന്നും കഴിക്കാതെ നമ്മൾ പോയാൽ നമുക്ക് പിന്നെ എവിടെ ഊർജം? നമുക്ക് ചിന്തിക്കാൻ പറ്റുന്നില്ല, ജോലി ചെയ്യാൻ പറ്റുന്നില്ല. അപ്പോൾ നമുക്ക് അമിതമായ ക്ഷീണമുണ്ടാകും. നമ്മൾ ഡോക്ടറിനെ സമീപിക്കുക, എനിക്ക് ഭയങ്കര ക്ഷീണമാണ്. ഒരുപാട് പേരെ ഞങ്ങളങ്ങനെ കാണാറുണ്ട്. ഞങ്ങൾ കുറേ ടെസ്റ്റ് ചെയ്യും, അതിനകത്തൊന്നും കുഴപ്പമില്ല. അപ്പോൾ ഞങ്ങൾ പറയും നിങ്ങൾക്ക് രോഗമൊന്നുമില്ല. പിന്നെ അവരടുത്ത ആളെ കാണും. പക്ഷെ ഒരു 2 മിനിറ്റ് ചിന്തിച്ച് നോക്കിയാൽ അതിൻ്റെ കാരണങ്ങളൊക്കെ ഈ സമയത്തിന് ആഹാരം കഴിക്കാത്തത്, സമയത്തിന് ഉറങ്ങാത്തത്, ഇതൊക്കെയാണ് കാരണങ്ങൾ. ഡോക്ടർ, സ്ത്രീകൾക്ക് പ്രത്യേകിച്ച് ഈ ജീവിതശൈലി രോഗങ്ങൾ വരാതിരിക്കാൻ, അഥവാ വന്നു കഴിഞ്ഞാൽ അതിൽ നിന്നും ഒരു മോചനം ലഭിക്കുന്നതിനും എന്തൊക്കെ കാര്യങ്ങൾ, ഒരു ചെറിയൊരു കൺക്ലൂഷനിലൂടെ ഡോക്ടർ എങ്ങനെ പറയും? ഞാൻ കുറേ നാളായിട്ട് ഒരു ഡോക്ടറായിട്ട് പ്രാക്ടീസ് ചെയ്യുക. അപ്പം ഞാൻ അതിനകത്തൊന്ന് ശ്രദ്ധിച്ചിട്ടുള്ളത്, കേരളത്തിൽ പ്രത്യേകിച്ച് ഇന്ത്യയിലുള്ള സ്ത്രീകൾ അവരുടെ കാര്യങ്ങൾ അന്വേഷിക്കുന്നില്ല. അവർ കൂടുതലും അവരുടെ കുടുംബകാര്യങ്ങൾ, അവരുടെ കാര്യങ്ങൾ ചെയ്യാൻ അവർക്ക് സമയമില്ല. അപ്പം അങ്ങനെയാണ് അവർക്ക് ഒരുപാട് ലൈഫ് സ്റ്റൈൽ ഡിസീസസ് വരുന്നത്. രാവിലെ എഴുന്നേറ്റ് ജോലിക്ക് പോകാത്ത സ്ത്രീകളാണെങ്കിൽ രാവിലെ എഴുന്നേറ്റ് കുട്ടികളെ സ്കൂളിൽ വിടും,
പക്ഷെങ്കിൽ കുട്ടികളെ വിടുന്ന തിരക്കിൽ അവരുടെ ഭക്ഷണം അവർ കഴിക്കുകയില്ല. അത് ഒന്നിൽ 8:30 കഴിക്കേണ്ടതിന് പകരം അവർ 11:30-12 ആകുമ്പോഴാണ് ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കുന്നത്. അപ്പോൾ അന്നേരം അവർക്ക് ഒന്നും ചെയ്യാനുള്ള ഊർജ്ജമില്ല, പ്രവർത്തിക്കാനുള്ള ഊർജ്ജമില്ല, ഒന്നും ചെയ്യാനുള്ള ഊർജ്ജമില്ല. അപ്പം നാച്ചുറലി അവർ ടയർഡാണ്. നാച്ചുറലി അവർക്കൊരു ജനിത ഘടകം കൂടി ഉണ്ടെങ്കിൽ അവർ പ്രമേഹം, രക്തസമ്മർദ്ദം, ഹൃദ്രോഗം ഇങ്ങനെയുള്ള രോഗങ്ങൾക്ക് അടിമകളായി പോകും. അപ്പം പെണ്ണുങ്ങളെ കുറച്ചുകൂടെ ഒന്ന് ശ്രദ്ധിക്കണം. അതവർ ശ്രദ്ധിക്കുന്ന അവർക്ക് കുറച്ചൊരു സമയം ചിലവഴിക്കണം, അവർക്കായിട്ടൊരു സമയം ചിലവഴിക്കണം. ചുരുക്കി പറഞ്ഞാൽ അവർ കുറച്ചുകൂടെ ഒന്ന് സെൽഫിഷ് ആകണം. സെൽഫിഷായിട്ട് അവർക്ക് കുറച്ച് സമയം നീക്കി വെക്കണം. ഭക്ഷണത്തിന് സമയം നീക്കി വെക്കണം, വ്യായാമത്തിന് സമയം നീക്കി വെക്കണം, സന്തോഷിക്കാൻ സമയം നീക്കി വെക്കണം. കേരളത്തിലെ സ്ത്രീകൾ സന്തോഷിക്കുന്നത് തെറ്റായിട്ട് കൺസിഡർ ചെയ്യുന്നതെന്ന് എനിക്ക്. കുറച്ച് നേരം ഫ്രണ്ട്സിൻ്റെ കൂടി ചിരിക്കുന്നത് നല്ലതാണ്, സംസാരിക്കുന്നത് നല്ലതാണ്. ശകലം നേരം TV കാണുന്നതോ മറ്റെന്തെങ്കിലും വായിക്കുന്നതോ നല്ലതാണ്. മറ്റ് കാര്യങ്ങളിൽ ഇൻട്രസ്റ്റ് ഡെവലപ്പ് ചെയ്യണം. ഒരു ഡോക്ടറായിട്ട് ഞാൻ ആക്ച്വലി രാവിലെ തുടങ്ങിയാൽ എൻ്റെ ജോലി തുടങ്ങും. പക്ഷെങ്കിൽ ഞാൻ ഒരുപാട് സമാധാനം കണ്ടെത്തുന്നതൊന്ന് പ്രാർത്ഥന, രണ്ടാമത് എനിക്ക് വളരെ ഇൻട്രസ്റ്റ് ഉണ്ട് വായിക്കാൻ. ഞാനപ്പം മെഡിക്കൽ അല്ലാത്ത മറ്റു കാര്യങ്ങളൊക്കെ വായിക്കും. എനിക്ക് കുറേ ഫ്രണ്ട്സ് ഉണ്ട്, അവരുടെ കൂടെ സമയം കഴിക്കും. ഫുഡ് കഴിക്കാൻ നേരത്തെ ഫ്രണ്ട്സിൻ്റെ കൂടെ ആയിരിക്കും. ഇതൊക്കെ വളരെയധികം ശ്രദ്ധിക്കാറുണ്ട്. അല്ലെങ്കിൽ ഭയങ്കര സ്ട്രെസ്ഫുള്ളായി പോകും. ഞങ്ങൾ പ്രത്യേകിച്ച് ഡോക്ടേഴ്സ് പോലുള്ളവർ ഞങ്ങൾ എല്ലാ സമയം രോഗങ്ങളുമായിട്ടൊക്കെ ഡീൽ ചെയ്യുമ്പോൾ മാനസിക സംഘർഷങ്ങൾ ഞങ്ങൾക്ക് വരും. അപ്പോൾ ഇതൊക്കെ അവോയ്ഡ് ചെയ്യണമെങ്കിൽ ഞങ്ങളും കുറച്ചുകൂടെ ലൈറ്റർ മൂവികൾക്ക് പോകുന്നതല്ലായിരിക്കും. ഫാമിലികൾ ഇക്കാലത്തെ നിലനിർത്തണമെങ്കിൽ കുടുംബങ്ങൾ ഒരുമിച്ച് നിൽക്കണമെങ്കിൽ നമ്മൾ അവരുമായിട്ടൊരു എൻ്റർടൈൻമെൻറ്റ്സ് കാണണം. അപ്പം എൻ്റെ മക്കൾ ആൺപിള്ളേരാണ്, രണ്ടുപേരായിട്ട് പഠിച്ചുകൊണ്ടിരുന്ന സമയത്ത് എനിക്ക് നല്ല സ്ട്രെസ് ഉണ്ടായിരുന്നു. പക്ഷെ അവരുടെ ഓരോ ചെറിയ കാര്യങ്ങളിലും ശ്രദ്ധിക്കാനായിട്ട് ഞാൻ കരുതിയിരുന്നു, സമയം കണ്ടെത്തിയിരുന്നു. ഇപ്പോഴവർ ഡോക്ടേഴ്സ് ആണെങ്കിലും ഞാൻ ഇപ്പോഴും സമയം കണ്ടെത്താറുണ്ട്. അവർ ഇന്ന് എന്ത് ചെയ്തു, ഏത് പേഷ്യനെ കണ്ടു. അപ്പം അത് എനിക്ക് മാനസികമായിട്ടൊരു സന്തോഷം. അപ്പം എല്ലാവരും അതൊന്ന് ശ്രദ്ധിക്കണം. ഇതൊക്കെ ടൈം കൊണ്ടുണ്ടാകും. നമ്മൾ അതുകൊണ്ടായിട്ടല്ലല്ലോ നമ്മളാരും ജനിക്കുന്നത്, നമ്മളത് പഠിച്ചെടുക്കണം, ഉണ്ടാക്കിയെടുക്കുവാണ് നമ്മളത്. എല്ലാവരും പറയും എൻ്റെ സ്വഭാവം അങ്ങനെയല്ല. ആരും സ്വഭാവം അങ്ങനെ ആയിട്ടല്ല. പിന്നെ വേറൊരു ഫീൽഡ് ഞാൻ കണ്ടത്, ഒരു സ്ത്രീക്ക് ആവശ്യം ഫ്രണ്ട്സിനെ ആവശ്യം. നമുക്ക് മറ്റാരോടും പറയാൻ വയ്യാത്ത കാര്യങ്ങളുണ്ട്, നമുക്കൊന്ന് ഷെയർ ചെയ്യാൻ ഇതുണ്ട്. ഇതിനൊക്കെ ടൈം എവിടെ കണ്ടെത്തും എന്ന് ചോദിച്ചാൽ ഉണ്ണുന്ന സമയമുണ്ട്, ചായ കുടിക്കുന്ന ടൈമുണ്ട്. ഇതൊക്കെ അപ്പോൾ തീർച്ചയായിട്ടും സ്ത്രീകൾ അവരവരുടെ കാര്യത്തിൽ കുറച്ചുകൂടെ ശ്രദ്ധാലുക്കൾ ആയിരിക്കണമെന്നാണ് ഡോക്ടറുടെ അഭിപ്രായം, അല്ലേ? ഇത്രയും സമയം ജീവിതശൈലി രോഗങ്ങളെക്കുറിച്ചും ആ രോഗങ്ങളെ എങ്ങനെ അവോയ്ഡ് ചെയ്യാമെന്നതിനെക്കുറിച്ചും സ്ത്രീകളെ തന്നെ എങ്ങനെയാണ് സൂക്ഷിക്കേണ്ടതെന്നും സംരക്ഷിക്കേണ്ടതെന്നതിനെക്കുറിച്ച്, അവരുടെ ആരോഗ്യം സംരക്ഷിക്കേണ്ടത് എങ്ങനെയാണ് എന്നതിനെക്കുറിച്ചൊക്കെ ഡോക്ടർ വളരെ വിശദമായി തന്നെ പറഞ്ഞു തന്നു. ഈ തിരക്കുകൾക്കിടയിലും ഞങ്ങളോടൊപ്പം ചിലവഴിച്ചതിന് നന്ദി. ചന്ദ്രലേഖയുടെ ഇന്നത്തെ എപ്പിസോഡ് ഇവിടെ പൂർണ്ണമാകുന്നു. ഇന്നത്തെ എല്ലാ സെഗ്മെൻറ്റ്സും നിങ്ങൾക്ക് ഇഷ്ടമായെന്ന് വിശ്വസിക്കുന്നു. നിങ്ങളുടെ വിലയേറിയ നിർദ്ദേശങ്ങളും അഭിപ്രായങ്ങളും ഞങ്ങളെ എഴുതി അറിയിക്കണം. ഇനി പുതിയൊരു അധ്യായത്തിൽ കാണാം.